സുൽത്താൻ ബത്തേരിയിൽ പുലിക്കായി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും നായ കുടുങ്ങി. ബത്തേരി കോട്ടക്കുന്നിലെ പോൾ മാത്യൂസിന്റെ വീട്ടിൽ വനം വകുപ്പ് പുലിയെ കുടുക്കാൻ സ്ഥാപിച്ച കൂട്ടിലാണ് നായ കുടുങ്ങിയത്. കമൽ ചേർന്നു വിശദവിവരങ്ങളുമായി. കമൽ, ഗുഡ് മോർണിംഗ്. വീണ്ടും ഈ പുലിക്കായി സ്ഥാപിച്ച കൂട്ടിൽ നായ കുടുങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ ട്രോളിലൊക്കെ പറയുന്നത് പോലെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഇത് പുലിക്കായി വെച്ച കൂടാണ് എന്ന് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു, അല്ലേ കമൽ? ഗുഡ് മോർണിംഗ് മോത്തി. അത് ശരിയാണ്. പക്ഷേ അതിനേക്കാൾ അവിടെ ആ വീട്ടുകാരെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം, ഈ പുലർച്ചെ 3:25 ഈ നായ കുടുങ്ങിയത്. പക്ഷെ 5:45 ഏതാണ്ട് 2 മണിക്കൂർ ആകുമ്പോഴേക്ക് കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ കൂട്ടിന് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും വീട്ടുകാർക്കുണ്ട്. പക്ഷേ വനം വകുപ്പ് നൽകുന്ന വിശദീകരണം, 1 മാസമായി അവിടെ കൂട് സ്ഥാപിച്ചിട്ട് നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ ഈ കൂടിന്റെ പ്ലാറ്റ്ഫോമായി വെച്ചിരിക്കുന്ന പ്ലൈവുഡിന് ബലക്ഷയം വന്നു. അങ്ങനെയാണ് ഈ നായ രക്ഷപ്പെട്ടത്. അടിയന്തരമായി കൂട് മാറ്റി സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. കോട്ടക്കുന്നിൽ പോൾ മാത്യൂസിന്റെ വീട്ടിൽ ആണ് ഈ കൂട് സ്ഥാപിച്ചത് 1 മാസം മുമ്പ്. അവിടെ 2-3 തവണ പുലി എത്തുകയും കൂട്ടിൽ നിന്ന് കോഴികളെ പിടികൂടുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ കൂട് സ്ഥാപിച്ചത്. ഏതാണ്ട് ഒരാഴ്ച മുൻപ് ഇതേപോലെ പട്ടി തെരുവുനായ വന്ന് കൂട്ടിൽ കുടുങ്ങിയിരുന്നു. അതിന് പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇന്നെന്തായാലും കുടുങ്ങിയ നായ ഈ പ്ലാറ്റ്ഫോം ഇളകി അതിൽ നിന്ന് 2 മണിക്കൂർ കൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്തു. എന്തായാലും കൂട് മാറ്റി സ്ഥാപിക്കാമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇതിന് ബലക്ഷയം ഉണ്ടായതാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുമ്പോഴും ആ ബലക്ഷയം ഉണ്ടാവാതെ നോക്കേണ്ടിയിരിക്കുന്നു. ഈ നായ കയറി മണിക്കൂറുകൾക്കുള്ളിൽ രക്ഷപ്പെടാൻ അതിന് കഴിഞ്ഞുവെങ്കിൽ പുലി കയറിയാലുള്ള സ്ഥിതി എന്താവും എന്ന് കൂടി ആലോചിക്കുക. അക്കാര്യത്തിൽ നാട്ടുകാരൊക്കെ ആശങ്കയിലാണ്. കമലാണ് വിശദാംശങ്ങൾ നൽകിയത്.